റോഷൻ്റെ കൂടെ വർഷ അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ദൈവം നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വർഷ പറയും, അയ്യോ റോഷൻ, ഞാൻ ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ മറന്നു, ക്യാഷും എടുക്കാൻ മറന്നു. റോഷൻ പോയിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമോ ചോദിക്കും. അപ്പോൾ റോഷൻ ചോദിക്കും, ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങിയാൽ എങ്ങനെ ശരിയാവുക, നിൻ്റെ ഫ്രണ്ടല്ലേ, അപ്പോൾ നിനക്കല്ലേ അറിയാം അവൾക്ക് എന്താ ഇഷ്ടപ്പെടുക എന്നുള്ളത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വർഷ പറയും, റോഷന് നല്ല സെലക്ഷനാണ്, എന്നെക്കാട്ടി നല്ല സെലക്ഷനുള്ള ആളാണ് റോഷൻ. അപ്പോൾ റോഷൻ എന്ത് വാങ്ങിയാലും അത് അടിപൊളിയാവും, റോഷൻ തന്നെ വാങ്ങിയാൽ മതി. അപ്പോൾ എനിക്ക് പറയാമല്ലോ എൻ്റെ വുഡ് വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വലിയ ഗമയാണല്ലോ എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ റോഷനായിട്ട് പൊന്തി പോവും. അങ്ങനെ റോഷൻ എന്നാൽ ഞാൻ വാങ്ങിയിട്ട് വരാം എന്ന് പറയും കേട്ടോ. അങ്ങനെ വർഷ പറയും, മെല്ലെ വന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ റോഷനെ പറഞ്ഞേക്കാണ്. അതിന് ശേഷം ദേവും വർഷയും കൂടി അമ്പലത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ദേവ് വേഗം തന്നെ വർഷേനെ സാരി മാറ്റാനുള്ള റൂം കാണിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ദേവ് സാരിയൊക്കെ മാറി വരുമ്പോഴത്തേനും ശ്രീകാന്തും അതുപോലെ രേവതിയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് എത്തുകയാണ്. എന്നിട്ട് രേവതിയും ശ്രീകാന്തും ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ശ്രീകാന്ത് പറയും, ഏടത്തി ഇപ്പോൾ വരണ്ട, ഞാൻ അവളോട് ആദ്യം ചെന്നിട്ട് ഏടത്തി വന്നിട്ടുണ്ടെന്ന് പറയട്ടെ, അല്ലാണ്ട് പെട്ടെന്ന് എൻ്റെ കൂടെ ഏടത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അപ്പോൾ ഞാൻ ആദ്യം ചെന്നിട്ട് അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയും. അങ്ങനെ രേവതിനെ പുറത്ത് നിർത്തിയിട്ട് ശ്രീകാന്ത് ഉള്ളിലേക്ക് പോകാം കേട്ടോ. അതിന് ശ്രീകാന്ത് വേഗം തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറുകയാണ്. അങ്ങനെ അവരുടെ കല്യാണവും കഴിയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് ഇത്ര നേരമായിട്ടും ഉള്ളിൽ നിന്ന് കാണാത്തത് കാരണം രേവതി തിരഞ്ഞിട്ട് വരികയാണ്. അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.